അതിനിടെ തിരുവനന്തപുരം MLA ഹോസ്റ്റലിലെത്തിയ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ കേരള കോൺഗ്രസ് നേതാവ് അപ്പു ജോൺ ജോസഫ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ സ്വീകരിച്ചു. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജബിൻ JB ചേരുന്നു. ജബിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കുമാർ, അല്പസമയം മുമ്പാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ MLA ഹോസ്റ്റലിലേക്ക് എത്തിയത്. MLA ഹോസ്റ്റലിലേക്ക് എത്തിയ നിയുക്ത മുഖ്യമന്ത്രി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കന്മാരെ PJ ജോസഫ്, മകൻ അബു ജോസഫ് ചേർന്നാണ് സ്വീകരിച്ചത്. അതിനുശേഷമാണ് PJ ജോസഫിന്റെ മുറിയിലേക്ക്, MLA ഹോസ്റ്റലിലുള്ള മുറിയിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി ചെന്നത്. അവിടെ വെച്ച് PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി. ഏകദേശം 5 മിനിറ്റോളം മാത്രമാണ് ആ ഒരു കൂടിക്കാഴ്ച നീണ്ടു നിന്നത്. അതിനുശേഷം പുറത്തേക്ക് വന്ന നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ജിബിൻ JB ആണ്. അവിടെ കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. 2 മന്ത്രിസ്ഥാനം ഇതിനകം തന്നെ PJ ജോസഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു മന്ത്രിയാക്കാമോ എന്നത് സംബന്ധിച്ച പ്രാഥമികമായ ചർച്ചകൾ കൂടി ഈ കൂടിക്കാഴ്ചയിൽ നടത്തിയേക്കും. വിജയത്തിന് നന്ദി പറയുന്നതിനൊപ്പം തന്നെ അത്തരം സങ്കീർണമായ വിഷയങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ശ്രമം കൂടി VD സതീശൻ നടത്തിയേക്കും. നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 10 സീറ്റുണ്ടായിരുന്നത് ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങും മുമ്പ് തന്നെ 8 സീറ്റ് എന്ന നിലയിലേക്ക് ചുരുക്കിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.